ടാൻസാനിയയിലെ പുതിയ വാർത്തകൾ. അതിമനോഹരമാകുന്ന ഒരു രാജ്യമാകുന്നു ടാൻസാനിയ. വളരെ വിശാലമാകുന്ന രാജ്യം. ഭൂപ്രകൃതി നിങ്ങൾ ശ്രദ്ധിക്കുക. പരന്നു കിടക്കുന്ന ഭൂമി. അവിടെ ഇടങ്ങളിലായിട്ട് ചെറിയ ചെറിയ വീടുകളുണ്ട്. മൺവീടുകളാണ്. ഇപ്പോൾ ചെറിയ മാറ്റങ്ങൾ സംഭവിച്ചിട്ടുണ്ട്. മുൻപ് ഈ വീടുകളുടെ റൂഫിങ് പുല്ലുപയോഗിച്ചായിരുന്നു ചെയ്തിരുന്നത്. ഇപ്പോൾ ടിൻ ഷീറ്റുകൾ ഉപയോഗിക്കുന്നു. അങ്ങനൊരു മാറ്റം സംഭവിച്ചിട്ടുണ്ട്. എന്നാൽ മിക്ക വീടുകളും അതിൻ്റെ ഭിത്തികൾ ഇപ്പോഴും മണ്ണാണ് അവർ ഉപയോഗിക്കുന്നത്. കാരണം ഇത് ഇക്വേറ്ററിന് അടുത്താകുന്നതിനാൽ രാത്രികാലങ്ങളിൽ 12 മാസവും ചെറിയ തണുപ്പുണ്ട്. തണുപ്പ് കാലത്ത് നല്ല തണുപ്പുണ്ട്, ചൂടുകാലത്തും ചെറിയ തണുപ്പുണ്ട്. ഇവിടുത്തെ ചൂടുകാലത്ത് പകൽ നല്ല ചൂടുണ്ട്, എന്നാൽ തണുപ്പ് കാലത്ത് ചൂട് കുറവാണ്, പകൽ എന്നാലും ചൂടുണ്ട്. അങ്ങനെയുള്ള ഈ രാജ്യത്ത് ചില ദിവസങ്ങളായിട്ട് ആയിരിക്കുവാനുള്ള അവസരം കർത്താവ് നൽകി തന്നു. ഇവരുടെ പ്രധാനപ്പെട്ട കൃഷി മെയ്സ്, കോൺ ഇങ്ങനെയുള്ള കാര്യങ്ങളാകുന്നു പ്രധാനപ്പെട്ട കൃഷി. അതോടൊന്നിച്ച് തന്നെ കപ്പ കൃഷിയുണ്ട്, കസാവ ഉണ്ട്. മാന്തോപ്പുകൾ ശ്രദ്ധിക്കുക. മനോഹരമാകുന്ന മാന്തോപ്പുകൾ ഇവർക്കുണ്ട്. ആ നിലയിൽ ഇപ്പോൾ ടാൻസാനിയയിൽ മാറ്റങ്ങൾ സംഭവിച്ചു കൊണ്ടിരിക്കുന്നു. മിക്ക റോഡുകളും ഉൾപ്രദേശങ്ങളിലുള്ള റോഡുകൾ മൺ റോഡുകളാകുന്നു. ചർച്ചിൽ നിന്ന് പ്രധാന റോഡിലേക്കുള്ള ഈ ഒരു സ്വകാര്യ വഴി ഇത് മൺ റോഡാകുന്നു. ഇനി നിങ്ങൾക്ക് ദുഡൂമയിൽ നിന്ന് ഇപ്പാലയിലേക്കുള്ള ഒരു വഴി കാണുവാൻ കഴിയുന്നു. അതും മൺ റോഡാണ്. അതിന് മാറ്റം വരും. വളരെ വൈകാതെ തന്നെ അവിടെ ടാറിങ് നടക്കുമെന്ന് നമുക്ക് വിശ്വസിക്കാം. എന്നാൽ ഉൾപ്രദേശങ്ങളിലുള്ള നല്ല ശതമാനം റോഡുകളും ഇതുവരെയും ടാർ ചെയ്തിട്ടില്ല. ആ മേഖലയിലൊക്കെ ഇനിയും പുരോഗതി വരാനിരിക്കുന്നു. അങ്ങനെ ടാൻസാനിയയിൽ വലിയ മാറ്റങ്ങൾ സംഭവിച്ചു കൊണ്ടിരിക്കുന്ന ഒരു സമയത്താണ് ഞങ്ങളിവിടെ ആയിരിക്കുന്നത്. ഇവരുടെ വീടുകളുടെ അരികിൽ ചെല്ലുമ്പോൾ നമ്മുടെ നാട്ടിൽ പണ്ടുകാലത്തുണ്ടായിരുന്നതുപോലെ പശുത്തൊഴുത്തുകളില്ല. പശുക്കളെയും ആടുകളെയും കോഴിയെയും എല്ലാം കൂടെ ഒരു പ്രത്യേക സ്ഥലത്തിട്ടിരിക്കുകയാണ്. ചുറ്റും വേലി കെട്ടിയിട്ടുണ്ട്. എന്നാൽ അത് തുറന്നു കിടക്കുന്ന സ്ഥലമാണ്. ഒരു തൊഴുത്തായിട്ട് അവരുണ്ടാക്കിയിരിക്കുന്നത് കാണുവാൻ കഴിയുന്നില്ല. അങ്ങനെ സാമ്പത്തികമായിട്ട് സാധാരണക്കാർ നല്ല ഞെരുക്കം അനുഭവിക്കുന്നുണ്ട്. ഞങ്ങൾ വിശ്വസിക്കുന്നു വലിയ മാറ്റങ്ങൾ സംഭവിക്കുവാൻ പോകുകയാണ്. ഇവിടെ ഇപ്പോൾ ഒരു പരിശുദ്ധാത്മ ചലനം നടന്നുകൊണ്ടിരിക്കുന്നു. അതിൻ്റെ ഭാഗമായിട്ട് ഇവിടെ ദൈവത്തിൻ്റെ ദാസന്മാരാൽ സ്ഥാപിതമായിരിക്കുന്ന ഗിഫ്റ്റ് ഓഫ് ഹോളി സ്പിരിറ്റ് മിനിസ്ട്രീസ് ഇൻ്റർനാഷണൽ പ്രധാനപ്പെട്ട പ്രവർത്തനത്തിൻ്റെ ക്യാമ്പസിൽ ഉള്ള ചേർച്ചിൻ്റെ ഡെഡിക്കേഷൻ കഴിഞ്ഞ ദിവസം നടക്കുകയുണ്ടായി.
your heads, O gates, and be lifted up, you everlasting doors, and the King of glory shall come in. Father, in the name of Jesus Christ of Nazareth, we are here in this beautiful new building, Lord. As we are going to open the doors of this new building, Lord, we want to see the glory of God filling this house. Oh, fill this house with your glory. And Lord, we pray that may this place where sinners find their Savior and the prodigals is welcomed by you, a generous and compassionate Father. May this be a place of your saints, young and old, are encouraged in the gospel, equipped for service, sanctified in truth, and joyously assured of the eternal redemption Jesus has earned for us. Where the wounded receive comfort for their souls, the weary are revived, the despairing are filled with hope, the depressed filled with joy, and the sick are healed. Lord, make this place a healing house, a revival house, filled with the fire of the Holy Spirit. May this be a place where your word is honored and trembled at, where your people are perfecting holiness in the fear of you, where the friendship are established and deepened and many sins are covered by love, where you, Father, seek and find worshippers who worship in spirit and truth, and Jesus, our head, receives honor and praise. His cross posted in, the power of his resurrection lived in, and his second coming hoped for. May the Spirit of God, the heavenly dove, finds a friendly place to land and dwell. Holy Spirit, dwell in this place. Fill this place with your glory. And now, in the name of the Father and of the Son Jesus Christ and of the Holy Spirit, we open the door of this church and we welcome you, Holy Spirit. Fill this church with your glory. Amen. Holy Spirit, നൂറുകണക്കിന് ആളുകൾ കടന്നു വന്നു. കർത്താവിൻ്റെ ദാസന്മാർ പറയുന്നത് ഏകദേശം 1000-ഓളം ആളുകൾ കടന്നു വന്നു എന്നാണ്. ഡെഡിക്കേഷൻ സർവീസ് നടക്കുന്ന സന്ദർഭത്തിൽ ആദ്യ ദിവസം തന്നെ ചർച്ച് നിറഞ്ഞ് കവിയുകയുണ്ടായി. അത് അത്ഭുതകരമല്ലേ? പാസ്റ്റർ നിബിൻ എബ്രഹാം അവരുകളെ വളരെ ശക്തമായിട്ട് കർത്താവ് ഇവിടെ ഉപയോഗിച്ചു തുടങ്ങിയിരിക്കുന്നത് വളരെ അത്ഭുതകരം. ഇതിന് ചുറ്റുമുള്ള ഗ്രാമങ്ങളിൽ നിന്ന് വന്ന ആളുകളാണ്. 1000-ഓളം ആളുകൾ വന്നു. ചർച്ച് നിറഞ്ഞ് കവിഞ്ഞു. ഞാൻ ചോദിക്കുകയുണ്ടായി, കർത്താവിൻ്റെ ദാസനോട് ഞാൻ ചോദിക്കുകയുണ്ടായി, ഇവർ രാത്രിയിൽ ഈ മീറ്റിംഗ് എല്ലാം കഴിഞ്ഞിട്ട് എങ്ങനെയാണ് ഇവർ മടങ്ങിപ്പോകുന്നത്? വാഹന സൗകര്യങ്ങൾ വല്ലതും ക്രമീകരിച്ചിട്ടുണ്ടോ? അപ്പോൾ എന്നോട് പറഞ്ഞു, അവർ ദൂരെ നിന്നൊന്നും വന്നവരല്ല. ഈ ക്യാമ്പസിന് ചുറ്റും കിടക്കുന്ന ഈ ഗ്രാമങ്ങളിൽ നിന്ന് വന്നവരാണ്. അവരെല്ലാം രാത്രിയിൽ നടന്ന് മടങ്ങി അവരുടെ ഭവനങ്ങളിലേക്ക് പോകും. എന്തായാലും ആ ഡെഡിക്കേഷൻ സർവീസ് ഒരു വലിയ ആഘോഷമായിരുന്നു. ഈ ഗ്രാമനിവാസികൾക്ക് വലിയൊരു സെലിബ്രേഷനായിരുന്നു. അവർക്ക് നല്ല ഭക്ഷണം ലഭിച്ചു. വളരെ അനുഗ്രഹിക്കപ്പെട്ട ആരാധനയുണ്ടായിരുന്നു. ആരാധനയ്ക്ക് നേതൃത്വം കൊടുത്ത ആ ടീം, വർഷിപ്പ് ടീം, അവരെ വളരെ ശക്തമായി ദൈവം അവരെ ഉപയോഗിച്ചു.
കർത്താവിൻ്റെ ദാസന്മാർ ദൈവത്തിൻ്റെ വചനം ശുശ്രൂഷിച്ചു. അങ്ങനെ ഏറ്റവും അനുഗ്രഹിക്കപ്പെട്ട ഒരു ഡെഡിക്കേഷൻ സർവീസ് നടക്കുവാനും കർത്താവ് തുണ നിന്നു. എല്ലാറ്റിനെയും ഓർത്ത് ദൈവത്തെ നന്ദിയോടുകൂടെ സ്തുതിക്കുകയാണ്. കർത്താവിൻ്റെ ദാസൻ പാസ്റ്റർ സാജു ബഹറിൻ അവറുകൾ, പാസ്റ്റർ സാജു PC ബഹറിൻ അവറുകൾ ഈ ഡെഡിക്കേഷൻ സർവീസിൽ പങ്കെടുക്കുവാൻ വേണ്ടി ബഹറിനിൽ നിന്ന് ഇവിടെ കടന്നു വരികയുണ്ടായി. കർത്താവിൻ്റെ ദാസനും എന്നോടുകൂടെ ഉണ്ട്. ഞങ്ങൾക്ക് ഒരുമിച്ച് ചില കാര്യങ്ങൾ പങ്കുവയ്ക്കുവാനുള്ള ഒരു നല്ല അവസരമാണ് പരിശുദ്ധാത്മാവ് നൽകി തന്നിരിക്കുന്നത്. ആമേൻ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ആമേൻ. പാസ്റ്റർ സാധാരണ ആഫ്രിക്കയിൽ സന്ദർശനം നടത്താറുണ്ടോ? ഇതിനു മുന്നമേ ഞാൻ സൗത്ത് ആഫ്രിക്കയിൽ പോയിട്ടുണ്ട്, നൈജീരിയയിൽ പോയിട്ടുണ്ട്. കർത്താവിൻ്റെ ദാസൻ പാസ്റ്റർ ക്രിസ്ത്യൻ്റെ ഹീലിംഗ് ക്രൂസൈഡിൽ അറ്റൻഡ് ചെയ്യാനും അതോടൊപ്പം തന്നെ TB ജോഷി എന്ന ദേവദാസൻ്റെ ചർച്ചിൽ അവിടുത്തെ അഭിഷേക അനോയിൻറ്റിങ് ഇമ്പാർട്ടേഷൻ സെഷനിൽ പങ്കെടുക്കാൻ പോയിട്ടുണ്ട്. നല്ല അനുഭവമായിരുന്നു. എന്നാൽ മിനിസ്ട്രിയും ചർച്ച് ഡെഡിക്കേഷൻ ഇങ്ങനെയുള്ള വിഷയമായിട്ട് ബന്ധപ്പെട്ട് ആദ്യമായിട്ടാണ് ഞാൻ ആഫ്രിക്കയിൽ വരുന്നത്. ടാൻസാനിയയിൽ ആദ്യമായിട്ടാണ്. ഈ ടാൻസാനിയയിലെ ഈ ആദ്യത്തെ സന്ദർശനം അതിലുള്ള അനുഭവങ്ങളിൽ നിന്ന് എന്താണ് പറയാനുള്ളത്? ഞാൻ മനസ്സിലാക്കുന്നത് ഇവിടെ ദൈവത്തിൻ്റെ പ്രകാശിപ്പിക്കുന്നതിന് മുന്നമേ കർത്താവ് കടന്നു ചെല്ലേണ്ടുന്ന പട്ടണങ്ങളിലേക്ക് കർത്താവ് ഈ രണ്ടുപേരെ മുന്നമേ അയക്കുന്നൊരു ബിബ്ലിക്കൽ പാറ്റേൺ നമ്മൾ വചനത്തിൽ കാണുന്നുണ്ട്. ദൈവം തന്നെ അഭിഷിക്തനെ മുന്നമേ അയച്ചു. ഇവിടെ ഒരു വലിയ പ്രകാശം ഈ ദേശത്ത് തന്നെയല്ല രാജ്യത്തിന് തന്നെ പ്രകാശമായി തീരേണ്ടതിന് ചില അടിസ്ഥാനങ്ങളിട്ടു. നമ്മൾ ഈ കോമ്പൗണ്ടിന് ചുറ്റും വരുമ്പോൾ തന്നെ ദൂരത്തുനിന്ന് തന്നെ ആ ദൈവത്തിൻ്റെ പ്രവൃത്തിയെ കാണുവാൻ, വൻ കാര്യങ്ങളുടെ പ്രവൃത്തിയുടെ ഒരു ആരംഭം കാണുവാൻ ദൈവം നമ്മെ സഹായിച്ചു. വലിയ പ്രത്യാശയോടെയും പ്രതീക്ഷയോടെയുമാണ് ഈ പദ്ധതി ഞാൻ നോക്കിക്കാണുന്നത്. വരാൻ പോകുന്ന ദിവസങ്ങളിൽ വലിയ ചലനങ്ങൾ നിശ്ചയമായും പ്രതികരിക്കാൻ കഴിയാത്ത ജനത്തെ പ്രതികരിപ്പിക്കുന്ന തലത്തിലേക്ക് പരിശുദ്ധാത്മാവ് ഈ മിനിസ്ട്രി ഉപയോഗിക്കുമെന്ന് ശക്തമായി ആത്മാവിൽ എനിക്കൊരു ബോധ്യമുണ്ട് ദേവദാസനെ. മാത്രമല്ല ദൂരെ എങ്ങും പോകേണ്ട കാര്യമില്ല. ഈ ചർച്ച് ക്യാമ്പസിൻ്റെ ചുറ്റുമുള്ള വില്ലേജുകളിൽ പാർക്കുന്ന ആയിരക്കണക്കിന് ആളുകൾ, എനിക്ക് തോന്നുന്ന ഈ അടുത്ത സ്ഥലങ്ങളിലൊന്നും ഇവിടെ ഒരു ചർച്ച് ഇല്ല. ആയിരക്കണക്കിന് ആളുകൾ, ആ ആയിരക്കണക്കിന് ആളുകൾ അവരെ കാണുകയും അവരോട് കർത്താവിനെക്കുറിച്ച് പറയുകയും ചെയ്യുകയാണെങ്കിൽ ഈ ഭാഗങ്ങളിൽ ഒരു വലിയ പരിശുദ്ധാത്മ ചലനം നടക്കും. വിശ്വസിക്കുകയാണ്. കാരണം നമ്മൾ ഇന്നലെ ഒരു മൈക്ക് അനൗൺസ്മെന്റോ നോട്ടീസോ ഫ്ലയറോ ഒന്നുമില്ലാതെ അത് വളരെ കണക്കിന് ജനം വളരെ അത്ഭുതകരമാണ്. നമ്മുടെ നാട്ടിലെ 1000 പേര് പങ്കെടുക്കുന്ന ഒരു മീറ്റിംഗ് നടക്കണമെന്നുണ്ടെങ്കിൽ മൈക്ക് അനൗൺസ്മെന്റ് വേണം, പിന്നെ ബാനേഴ്സ് വേണം, പോസ്റ്റേഴ്സ് വേണം, പിന്നെ ഒരുപാട് മാധ്യമങ്ങളിലൂടെ അറിയിപ്പുകൾ കൊടുത്തെങ്കിൽ മാത്രമേ ജനം കടന്നു വരികയുള്ളൂ. എന്നാൽ ഇത് യാതൊരു മൈക്ക് അനൗൺസ്മെൻ്റ് ഇല്ല, ആരെയും അറിയിക്കുവാനുള്ള യാതൊരു ബാധ്യമില്ല. ഇവിടെയുള്ള ലോക്കൽസ് ആയിട്ടുള്ള ഈ വില്ലേജിലുള്ള ചില നേതാക്കന്മാരെ മാത്രമാണ്, വില്ലേജ് ലീഡേഴ്സിനെ മാത്രമാണ് അറിയിച്ചത്. അവർ ചിലപ്പോൾ വീടുകൾ കയറി പറഞ്ഞത് എങ്ങനെയാണെന്നൊക്കെ അറിയില്ല. എന്തായാലും ഇത്രയും വലിയ ജനക്കൂട്ടം കടന്നു വരികയുണ്ട്. ഇപ്പം നമ്മൾ ചിന്തിക്കും, യേശു ക്രിസ്തു അന്ന് മലമുകളിൽ പ്രസംഗിച്ചുകൊണ്ടിരുന്നപ്പോൾ 3 ദിവസം ഞാൻ ചിന്തിക്കാറുണ്ട് എങ്ങനെ ഇക്കാണെന്ന് പരുത്ത കൂട്ടം ജനം വന്നു. പക്ഷെ ഇപ്പം നമുക്ക് മനസ്സിലായി, പരിശുദ്ധം ഒരു പ്രവൃത്തി ആരംഭിച്ചാൽ ഒരു അനൗൺസ്മെൻറ്റ് കൂടാതെ തന്നെ ജനം ആകർഷിക്കപ്പെടുമെന്ന് ദേവദാസനെ എനിക്ക് ഈ മീറ്റിങ്ങിലൂടെ, ഈ ഗ്യാതറിങ്ങിലൂടെ എനിക്ക് മനസ്സിലായി. ചില കാര്യങ്ങളിൽ നമ്മുടെ വിശ്വാസത്തിൻ്റെ പ്രവൃത്തികളെ കർത്താവ് മാനിക്കും. അപ്പോൾ ഇവിടെ കസേര മേടിക്കുമ്പോൾ, ഈ ചർച്ചിൽ കസേര മേടിക്കുമ്പോൾ പാസ്റ്റർ നിബിൻ എബ്രഹാം എന്നോട് പറഞ്ഞു, അതിൻ്റെ ഉത്തരവാദിത്തപ്പെട്ടവർ പറഞ്ഞു, എതിരാ 600 ചെയർസ് മേടിക്കുന്നത്, ഒരു 50 ചെയർ മേടിച്ചാൽ മതിയല്ലോ, ആരും ഇല്ലല്ലോ, എന്തിനാണ് ചെയർസ് വാങ്ങുന്നത് എന്ന് ചോദിക്കുകയുണ്ട്. എന്നാൽ കർത്താവിൻ്റെ ദാസൻ്റെ ഹൃദയത്തിൽ നല്ല ബോധ്യമുണ്ടായി, 600 ചെയർസും വാങ്ങണം. അത്ഭുതകരം. ആ വിശ്വാസത്തിൻ്റെ പ്രവൃത്തിയെ ദൈവം ഓണർ ചെയ്തു, ആദരിച്ചു. കാരണം ഇന്നലെ 600 ചെയർസ് നിറഞ്ഞതിന് ശേഷം പിന്നിൽ ആളുകൾ നിൽക്കുകയായിരുന്നു, ചർച്ചിൻ്റെ പുറത്തും ആളുകൾ നിൽക്കുകയായിരുന്നു. അത് വളരെ അത്ഭുതകരമാണ്. അങ്ങനെയുള്ള ഒരു വലിയ ദൈവപ്രവൃത്തിയുടെ ആരംഭമാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. പക്ഷേ എനിക്ക് മനസ്സിലാവുന്നില്ല, നമുക്ക് ഇത്രയും ചുറ്റുപാട് നമ്മൾ പോകുന്ന വഴിയിലൊന്നും ഇതുപോലെ അവിടുത്തെ ഗവൺമെൻറ് ഓഫീസ് ബിൽഡിങ്ങുകൾ കണ്ടതല്ലാതെ ഇതുപോലൊരു ക്രിസ്തുവിൻ്റെ നാമത്തിൽ, യേശുവിൻ്റെ നാമത്തിലുള്ള ഒരു കോമ്പൗണ്ട് നമുക്ക് ഇതുവരെ കാണാൻ സാധിച്ചിട്ടില്ല.
അത്ര ശക്തമായ നിലയിൽ ഇതൊരു മാനുഷിക പ്രവൃത്തിയാണെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. ഇതിൻ്റെ പിന്നിൽ ദൂതന്മാരുടെ പ്രവൃത്തികളുണ്ട്. ഇല്ലെങ്കിൽ ഇത്ര ഭംഗിയായി ഈ കോമ്പൗണ്ടിനെ ചുരുങ്ങിയ നാളുകൊണ്ട് ക്രമപ്പെടുത്തുവാൻ ഒരു മാനുഷിക ബുദ്ധി കൊണ്ട് സാധിക്കുന്ന കാര്യമല്ല. കാരണം ഇവിടെയുള്ള ടെക്നോളജി നമുക്കറിയാം, ഇവിടുത്തെ ജനത്തിൻ്റെ കഴിവുകൾ നമുക്കറിയാം. ഇതിലുപരിയായ പ്രവൃത്തി അവിടെ സംഭവിച്ചു കഴിഞ്ഞു. പക്ഷേ ഞാനതൊക്കെ മനസ്സിലാക്കുന്നു. വളരെ അത്ഭുതകരം. അതോടൊന്നിച്ച് നമ്മളിന്ന് പ്രഭാതത്തിൽ പുറത്ത് നടക്കാനൊക്കെ പോയല്ലോ. ആ റോഡുകളും ആ ഗ്രാമങ്ങളും അതിൻ്റെയൊക്കെ ദൃശ്യങ്ങൾ ഞാനൊന്ന് കാണിക്കുകയുണ്ടായി. നമ്മൾ ഒരുമിച്ചാണ് പോയത്. അപ്പോൾ ആ ദൃശ്യങ്ങൾ ഇവിടെ പല മേഖലയിലും പുരോഗതി ആരംഭിക്കുന്ന ഒരു സമയമെന്ന് വേണമെങ്കിൽ നമുക്ക് പറയാൻ കഴിയും. മറ്റ് രാജ്യങ്ങളുമായിട്ട് നമ്മൾ തുലനം ചെയ്യുന്ന സന്ദർഭത്തിൽ വളരെ നല്ല നിലയിലൊരു മുന്നേറ്റമുണ്ട്. എങ്കിലും ഈ കാര്യങ്ങൾ ഗ്രാമങ്ങളിലൊക്കെ പോയി കഴിഞ്ഞപ്പോൾ അവരുടെ വീടുകളൊക്കെ ശ്രദ്ധിച്ചില്ല. മണ്ണ് കൊണ്ടുള്ള വീടുകൾ, അതിൻ്റെ ആ കഥകളൊക്കെ പല തകരപ്പാട്ടകളൊക്കെ എടുത്ത് യോജിപ്പിച്ച് വെച്ചൊക്കെയുള്ള താൽക്കാലിക കഥകൾ പോലെയൊക്കെ അതൊക്കെ കാണുമ്പോൾ എന്താണ് പാസ്റ്ററുടെ ഹൃദയത്തിൽ വരുന്നത്? പക്ഷെ നമ്മൾ അവരെ കണ്ടത് അവർക്ക് സ്വീകരിക്കാൻ നല്ല ഹൃദയമുണ്ട്. അവരെ കണ്ണ് തുറന്നിട്ടില്ലെന്നേ ഉള്ളൂ. നല്ലൊരു നമ്മളെത്ര ചിരിച്ചുകൊണ്ട് അവർ സ്വീകരിച്ചത്. പക്ഷെ ഇവിടെ ഒരു അസാധാരണമായ ദൈവത്തിൻ്റെ കാറ്റടിക്കേണ്ട ഒരു സീസണിലേക്ക് വന്നിരിക്കുന്നതിന് മനസ്സിലാക്കുന്നു. അപ്പോൾ അവർ സത്യത്തിൽ സൗമ്യരായിട്ടുള്ള മനുഷ്യരാണ്. നമ്മളെ സ്വീകരിക്കാനുള്ള മനസ്സ് കാണിക്കണം. നമ്മളവിടെ ചെന്ന് കഴിഞ്ഞപ്പം ഭാഷ അറിയത്തില്ലെന്നുണ്ടെങ്കിലും അവരുടെ ഭാഷയിൽ കരീബ ടാൻസാനിയ, സ്വാഗതം പറയുന്നു. അതെ, ടാൻസാനിയയിലേക്ക് സ്വാഗതം. അവർ നമ്മളെ കണ്ടു വഴിയിൽ വെച്ച് കണ്ടുമുട്ടുമ്പോൾ തന്നെ എത്ര സ്നേഹത്തോടെ ഒരു ബഹുമാന രൂപേണ അവർ ഇങ്ങനെ തല ഇങ്ങനെ ആട്ടും. ആ ഒരു പ്രത്യേക ആക്ഷനിലൂടെ, ആ ഒരു പ്രത്യേക സിംബലിലൂടെ നമ്മളെ അവർ ആദരിക്കുന്നതായിട്ട് കാണുവാൻ കഴിയുന്നുണ്ട്. സുവിശേഷത്തിനിവിടെ വലിയ ഒരു പ്രസക്തി ഈ കാലഘട്ടത്തിലുണ്ട്. കാരണം നമ്മളെ സ്വീകരിച്ചപ്പോൾ, അവർ ആ സന്തോഷത്തെ സ്വീകരിച്ചപ്പോൾ അതിൻ്റെ അർത്ഥം അവർ ദൈവവചനത്തെ സ്വീകരിപ്പാൻ ഒരുക്കമുള്ള ഹൃദയത്തെ ദൈവം കൊടുത്തിട്ടുണ്ട്. അവർ ആ ഇടുക്കി അവരുടെ ജീവിതത്തിലും നമ്മളവർ എത്ര ചിരിച്ചുകൊണ്ട് അവർ സ്വാഗതം ചെയ്ത് പ്രായമായവരും ചെറുപ്പക്കാരും വളരെ സന്തോഷത്തോടെ സ്വീകരിച്ചു. സുവിശേഷത്തെ സ്വീകരിപ്പാൻ തക്കവണ്ണം ഈ നിലത്തെ ഒരുക്കുമെന്ന ഉറച്ച വിശ്വാസമുണ്ട് ദൈവസ്നേഹം. അങ്ങനെയെങ്കിൽ ഈ വരുന്ന നാളുകളിൽ ഈ ആത്മീക മേഖലയിൽ മാറ്റങ്ങൾ സംഭവിക്കുമ്പോൾ ഇവരുടെ സാമ്പത്തിക മേഖലയിൽ മാറ്റങ്ങൾ സംഭവിക്കില്ലേ? അവരുടെ കൾച്ചർ മാറും, ഇവിടെ ഫൈനാൻസ് മാറും, ഫാമിലി ലൈഫ് മാറും, അവരുടെ ചിന്താഗതികളെ പോലും മാറ്റിമറിക്കുന്നതിൽ പരിശുദ്ധാത്മ പ്രവർത്തിക്കും. പരിശുദ്ധാത്മ അങ്ങനെയാണല്ലോ പ്രവർത്തിക്കുന്നത്. നമ്മുടെയൊക്കെ ജീവിതത്തിൽ സംഭവിച്ചതിനേക്കാളും ഉപരിയായി. കാരണം ഇവിടെ ഒന്നൊന്ന് തുടങ്ങണം. നമ്മളൊക്കെ ഒരു പകുതിയിൽ തുടങ്ങിയവരാണെങ്കിൽ ഒന്നൊന്ന് തുടങ്ങുന്ന രീതി ദൈവം അവർ പണിയിച്ചെടുക്കും. അടുത്ത 2 വർഷം നമ്മളോട് വരുമ്പോൾ ഈ കാണുന്ന ജനമോ ഈ സാഹചര്യമായിരിക്കില്ല ഇവിടെ. ദൈവം അത്രത്തോളം വൻ കാര്യങ്ങൾ ചെയ്യും. നമ്മൾ കണ്ട ആ റോഡുകൾക്കൊക്കെ മാറ്റം വരും, വീടുകൾക്ക് മാറ്റം വരും. ഞങ്ങൾ കഴിഞ്ഞ ദിവസം പരസ്യയോഗം നടത്താൻ വേണ്ടി പോയപ്പോൾ ചില വീടുകൾ, മെച്ചമായ വീടുകൾ ഞങ്ങൾ കാണുകയുണ്ടായി. അപ്പോൾ എൻ്റെ ഹൃദയത്തിൽ അന്നേരം തന്നെ ഒരു ചിന്തയുണ്ടായി, ഒരു മാറ്റം ആരംഭിച്ചു കഴിഞ്ഞു. ഇത് നമ്മളൊരു 40 വർഷങ്ങൾക്ക് മുന്നമേ കേരളത്തിലൂടെ സഞ്ചരിക്കുന്ന സന്ദർഭത്തിൽ വീടുകളുടെ അവസ്ഥയൊക്കെ വ്യത്യസ്തമായിരുന്നു. ഇപ്പോൾ നമുക്ക് ഭയങ്കരമായ മാറ്റം കാണാൻ കഴിയുന്നുണ്ട്. അവിശ്വസനീയമാകുന്ന മാറ്റം അങ്ങനെയുള്ള മേഖലകളിൽ കാണുവാൻ കഴിയുന്നുണ്ട്. ഞാനത് ഓർക്കുന്നത്, ഞാൻ ഒരു 5-6 വർഷം മുമ്പ് ആസാമിൽ പോയപ്പോൾ അന്ന് അവിടെ കണ്ട വീടുകളും ഇന്ന് അവിടെ ചെന്നപ്പോൾ കാണുന്ന വീടുകളും, കാരണം അവർ കേരളത്തിൽ വന്ന ഒരു വീട് കണ്ടിച്ചു പോയി, അവിടെ വീടുകളുടെ പണിയിലും അത് ഒത്ത മാറ്റം വരും. അതുപോലെ ദൈവാത്മാവ് വിദേശത്ത് വരുമ്പോൾ സ്വർഗത്തിൻ്റെ ഒരു കൾച്ചർ ഇവിടെ രൂപപ്പെടും. കാരണം മറ്റ് ഇൻഫ്ലുവൻസ് ഇല്ലാത്തത് കൊണ്ട് സ്വർഗത്തിൻ്റെ ഒരു കൾച്ചർ ഇവിടെ രൂപപ്പെടുമെന്നാണ് ഞാൻ നിശ്ചയമായിട്ട് വിശ്വസിക്കുന്നത്. ആമേൻ. പ്രത്യേകമാകുന്ന പ്രാർത്ഥന ഞങ്ങൾ ചോദിക്കുന്നു. ഈ ദേശത്തിന് വേണ്ടി നിങ്ങൾ പ്രാർത്ഥിക്കണം. വിശേഷാൽ ആഫ്രിക്കയെ നിങ്ങൾ ഓർത്ത് പ്രാർത്ഥിക്കണം. ആഫ്രിക്കയിൽ 54 രാജ്യങ്ങളുണ്ട്. അതിൽ ഈസ്റ്റ് ആഫ്രിക്കൻ നേഷൻസിലെ ഒരു പ്രധാന രാജ്യമാണ് ടാൻസാനിയ എന്ന് പറയുന്നത്. ടാൻസാനിയ ഇപ്പോൾ പലവിധമാകുന്ന മാറ്റങ്ങളിലൂടെ കടന്നു പോവുകയാണ്. ടാൻസാനിയെ ഓർത്ത് പ്രാർത്ഥിക്കണം. ഈസ്റ്റ് ആഫ്രിക്കൻ നേഷൻസ് ആകുന്ന കെനിയ, ഉഗാണ്ട, റുവാണ്ട, ഇങ്ങനെയുള്ള രാജ്യങ്ങളെല്ലാം ഓർത്ത് പ്രാർത്ഥിക്കുവാൻ കർത്താവ് അവസരങ്ങളെ നൽകി തരട്ടെ. ഈ പ്രത്യേക സന്ദർഭത്തിൽ പാസ്റ്റർ ഹൃദയത്തിൽ ലഭ്യമാകുന്ന ഒരു വചനം പ്രകാശിക്കുന്നുണ്ടെങ്കിൽ അതൊന്ന് പങ്കുവയ്ക്കാമോ? കർത്താവിൻ്റെ വചനം പറയുന്നത്, ഞാൻ ഐ വിൽ സെൻഡ് മൈ വേർഡ് ആൻഡ് റിഡീം ദ പീപ്പിൾ. ഞാൻ എൻ്റെ വചനത്തെ അയച്ചു ബന്ധനത്തിൽ കിടക്കുന്നവരെ വിടുവിക്കും എന്ന് മനസ്സിനകത്ത് വളരെ ആഴത്തിലൊരു
ഒരു തോട്ട്സ് എനിക്ക് തരുന്നുണ്ട്. ഈ ദിവസങ്ങളിൽ വചനം അയച്ചും 107 സങ്കീർത്തനം 20 വാക്യം വാക്യത്തിൽ അവിടെ പറയുന്നത് വചനം അയച്ച് ഞാൻ അവരെ സൗഖ്യമാക്കും, അവരുടെ കുഴികളിൽ നിന്ന് ഞാൻ അവരെ വിടുവിക്കും. ഇംഗ്ലീഷിൽ ഡിസ്ട്രക്ഷൻ എന്നുള്ള വാക്കാണ്. ആമേൻ. അപ്പോൾ യേശു ഇല്ലാത്തൊരു ജീവിതം ഒരാൾ നയിക്കുകയാണെങ്കിൽ എത്തിച്ചേരാൻ പോകുന്ന വലിയൊരു നാശത്തിലേക്ക്. ഒരു അസാധാരണമായ ഒരു ദൈവപ്രവൃത്തി വിടുതൽ ഈ ദേശത്ത് സംഭവിക്കും. അതിവിടെ മാത്രമല്ല, ഞാൻ ആത്മാവിൽ കണ്ടുകൊണ്ട് പറയുന്നു, അത് ആഫ്രിക്ക മുഴുവൻ വ്യാപരിക്കുന്ന രീതിയിലേക്ക് അതൊരു വലിയ തുടക്കം ആണ് ഇവിടെ ആരംഭിച്ചിരിക്കുന്നത്. ആ ദേവദാസൻ നിബിൻ എബ്രഹാമിൻ്റെ കൊടുത്തിരിക്കുന്ന ദർശനം, അതിനോട് ചേർന്ന് നിൽക്കുവാൻ ദൈവം നമുക്കെന്ന ഭാഗ്യം നിശ്ചയമായിട്ട് ഇതൊരു ഭാഗ്യമാണ്, ഇതൊരു അനുഗ്രഹമാണ്. അത് വിശ്വസിക്കും. അതോടൊന്നിച്ച് തന്നെ ദേവദാസന്മാരൊക്കെ വരണം, ഈ ഭാഗങ്ങളിലേക്കൊക്കെ വന്ന് നിങ്ങളൊന്ന് കാൽ ചവിട്ടിയിട്ട് പോകണം. ഒരു അനുഗ്രഹമാണ്. ഓരോരുത്തരും ഓരോ പ്രകാശം, ഓരോ ഗ്രേസ് ക്യാരി ചെയ്യുന്നുണ്ടല്ലോ. ആ ഗ്രേസ് ക്യാരി ചെയ്യുന്ന, ദൈവത്തിൻ്റെ കൃപ ക്യാരി ചെയ്യുന്ന ദൈവദാസന്മാർ ഈ രാജ്യങ്ങളിലേക്കൊക്കെ ഒരു സന്ദർശനം നടത്തണം. കർത്താവ് നിയോഗം തരുമ്പോൾ, ഒരു ബോധ്യം തരും, അതിനുള്ള ബന്ധങ്ങൾ കർത്താവ് നൽകി തരും. അങ്ങനെ വരുമ്പോൾ ഒന്ന് യാത്ര ചെയ്ത് ഈ ഭാഗങ്ങളിലൊക്കെ കടന്നു വന്ന് ചില ദിവസങ്ങൾ ഇവിടെ പാർക്കുകയും ഈ രാജ്യങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയും ഒക്കെ ചെയ്യണം. ശുശ്രൂഷിക്കുവാൻ അവസരം ലഭിക്കുകയാണെങ്കിൽ ശുശ്രൂഷിക്കണം. അത് മുഖാന്തരമായിട്ട് ഈ ദേശത്തിന് ഒരു വലിയ മാറ്റം സംഭവിക്കും. നമ്മളിവിടെ വരുമ്പോൾ തന്നെ നമ്മൾ വഹിക്കുന്ന ഒരു പ്രകാശം ദേശത്തിൻ്റെ മേൽ വരികയും അത് മുഖാന്തരം ദേശം അനുഗ്രഹിക്കപ്പെടുകയും ചെയ്യും. നമ്മളന്ന് ആദ്യം പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നപ്പോൾ തന്നെ ദൈവത്തിൻ്റെ ഒരു ഗ്ലോറി ഈ ദേശത്തേക്ക് ഇറങ്ങുന്ന ഒരു ദർശനം കൂടി നമ്മൾ കണ്ടിരുന്നു. കാരണം ആ ഗ്ലോറി ആയിരിക്കും ഇനിയുള്ള തലങ്ങളിൽ മുമ്പോട്ടുള്ള പോക്ക്. ഇവിടെ നിന്ന് ദൈവത്തിൻ്റെ മഹത്വം, ദേവദാസനെ ഇന്നലെ ശുശ്രൂഷിച്ചതുപോലെ ആ പരിശുദ്ധാത്മാവിൻ്റെ ഗ്ലോറി ഈ ദേശത്ത് വ്യാപരിക്കും. അതിൻ്റെ ഒരു ആരംഭമാണ് കുറിച്ചിരിക്കുന്നത്. പ്രത്യേകിച്ചും ഇവിടെ വന്നതിന് ശേഷം ഞാനത് ആവർത്തിച്ച് പറഞ്ഞിട്ടുണ്ട്. കഴിഞ്ഞൊരു എപ്പിസോഡിലും ഞാൻ പറഞ്ഞതാണ് അപ്പോസ്തല പ്രവൃത്തി 13-ാമത്തെ അധ്യായത്തിലെ പ്രാർത്ഥന. ആ പ്രാർത്ഥനയിൽ യഥാർത്ഥത്തിൽ അതിൻ്റെ പശ്ചാത്തലം ഞാൻ ആദ്യമായിട്ടൊന്ന് ശ്രദ്ധിച്ചു കഴിഞ്ഞപ്പോൾ എനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞത്, ബർന്നബാസിനെ കുറിച്ച് നമുക്കറിയാം. സൈപ്രസുകാരനാകുന്ന ബർന്നബാസ്, കുപ്രോസ് ദ്വീപുകാരനാകുന്ന ബർന്നബാസ് കുപ്രോസ് ദ്വീപ് എന്ന് പറയുമ്പോൾ യഥാർത്ഥത്തിൽ സൈപ്രസ് യൂറോപ്പിൻ്റെ ഭാഗമാണല്ലോ. അപ്പോൾ യൂറോപ്പിൻ്റെ പ്രതിനിധി, യൂറോപ്പിൽ പാർക്കുന്ന ഒരു യഹൂദനാണ്, എങ്കിലും അദ്ദേഹം യൂറോപ്യനല്ല. യൂറോപ്പിൻ്റെ ഒരു പ്രതിനിധി എന്നുള്ള നിലയിൽ അപ്പോസ്തല പ്രവൃത്തി 13-ാമത്തെ അധ്യായത്തിലെ പ്രാർത്ഥനയിൽ ബർന്നബാസ് ഉണ്ടായിരുന്നു. രണ്ടാമത് കാണുന്ന വ്യക്തി അദ്ദേഹം ഒരു സൈമനാണ്. പക്ഷേ അദ്ദേഹത്തിൻ്റെ കൂടെ നിഗർ എന്നുള്ള ഒരു പദം കൂടെ വരുന്നുണ്ട്, നിജർ എന്നൊരു വാക്ക് വരുന്നുണ്ട്. അപ്പോൾ ആ വാക്കിൻ്റെ മൂലപദത്തിൻ്റെ അർത്ഥം ശ്രദ്ധിച്ചു കഴിഞ്ഞപ്പോൾ കറുത്ത, ബ്ലാക്ക് എന്നുള്ള അർത്ഥമാണ് വരുന്നത്. അപ്പോൾ അതുകൊണ്ടാണ് ആ മേഖലയിൽ പഠനം നടത്തുന്നവർ പറയുന്ന അദ്ദേഹം ഒരു ആഫ്രിക്കനാകുന്നു. അതിനുശേഷം പറയുന്ന ലൂക്കിയാസ്, ആ ലൂക്കിയാസും ചിലർ പറയുന്നു ഈ അപ്പോസ്തല പ്രവൃത്തികൾ എഴുതിയ ലൂക്കോസാണ് എന്ന്. എന്നാൽ എല്ലാവരും അതിനോട് യോജിക്കുന്നില്ല. മറ്റു ചിലർ പറയുന്നത് അദ്ദേഹത്തിൻ്റെ സ്ഥലപ്പേര് എഴുതിയിട്ടുണ്ട്, കുറേനക്കാരൻ എന്ന് എഴുതിയിട്ടുണ്ട്. ആ കുറേന എന്ന് പറയുന്നത് സൈറീൻ എന്ന് പറയുന്നത് നോർത്ത് ആഫ്രിക്കയിലാകുന്നു എന്ന് പറയുന്നുണ്ട്. അത് മുഖാന്തരമായിട്ട് അദ്ദേഹവും ഒരു ആഫ്രിക്കനാണ് എന്ന ഒരു നിഗമനം ചിലർക്കുണ്ട്. അങ്ങനെ വരുമ്പോൾ ഒരു യൂറോപ്പിൽ നിന്നുള്ള ആളും 2 ആഫ്രിക്കൻസും അതിനുശേഷം 2 ഏഷ്യൻസും, ഷൗൽ ഏഷ്യക്കാരനാണ്, മനായൻ ഏഷ്യക്കാരനാണ്, 2 ഏഷ്യൻസും. ഇവിടെ തന്നെ നമുക്ക് പരിശുദ്ധാത്മാവ് എല്ലാ വിഭാഗീയതകളെയും നീക്കിയിട്ട് ഒരു വലിയ ഒരുമ കൊണ്ടുവരികയും രാജ്യങ്ങളെയും കോണ്ടിനെൻറ്റുകളെയും ഒരുമിപ്പിച്ച് പ്രാർത്ഥിപ്പിക്കുന്നത് നമുക്ക് കാണാൻ കഴിയുന്നു. 13-ാമത്തെ അധ്യായത്തിൽ യൂറോപ്യൻസും ആഫ്രിക്കൻസും ഏഷ്യൻസും ഒരുമിച്ചിരുന്ന് പ്രാർത്ഥിക്കുമ്പോഴാകുന്നു മിഷണറിമാരെ അവിടെ നിന്ന് പരിശുദ്ധാത്മാവ് അയക്കുന്നത്. 2 പേരെ പരിശുദ്ധാത്മാവ് തിരഞ്ഞെടുത്തിട്ട് അവരെ അയക്കുകയാണ്. അവരോട് ലോക രാജ്യങ്ങളിലേക്ക് പോയി സുവിശേഷം അറിയിക്കുക. ഒരു മിഷണറീസായിട്ട് ശൗലിനെയും ബർന്നബാസിനെയും അവിടെ നിന്ന് അയക്കുകയാണ്. അങ്ങനെ ശൗലിനെയും ബർന്നബാസിനെയും അയക്കുന്ന സന്ദർഭത്തിൽ ഇവർ ഉപവസിച്ച് പ്രാർത്ഥിച്ച് കൈവച്ചാണ് അയക്കുന്നത്. അപ്പോൾ ശൗലിൻ്റെയും ബർന്നബാസിൻ്റെയും തലയുടെ മുകളിൽ കൈവച്ചവരിൽ 2 പേര് ആഫ്രിക്കക്കാരാണ്. അത് അപ്പോസ്തല പ്രവൃത്തി 13-ാമത്തെ അധ്യായത്തിൽ നടക്കുന്നത്. ആ സമയത്ത് തന്നെ ആഫ്രിക്കയുടെ ഒരു വലിയ സ്വാധീനം ദൈവസഭയിൽ ഉണ്ടായിരുന്നു എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നു. പിന്നീട് എത്യോപ്യയിലും നോർത്ത് ആഫ്രിക്കയിലും ഭയങ്കരമാകുന്ന ഉണർവുണ്ടായി. നോർത്ത് ആഫ്രിക്ക എന്ന് പറയുന്നത് ഒരു സമയത്ത്
ക്രൈസ്തവ ചലനത്തിൻ്റെ ഒരു കേന്ദ്രമായിരുന്നു. പിൽക്കാലത്ത് അത് മാറിപ്പോയി. ഇന്ന് നോർത്ത് ആഫ്രിക്ക വ്യത്യസ്തമാകുന്നൊരു സാഹചര്യമാണ്. സൗത്ത് ഭാഗങ്ങളിലും വെസ്റ്റേൺ ഭാഗങ്ങളിലും ഈസ്റ്റേൺ ഭാഗങ്ങളിലുമൊക്കെ പരിശുദ്ധാത്മ ചലനം നടക്കുന്നു എങ്കിൽ പോലും നോർത്ത് ആഫ്രിക്കയിൽ അത്തരത്തിലുള്ളൊരു ചലനം നടക്കുന്നില്ല. ഒരു സമയത്ത് നോർത്ത് ആഫ്രിക്ക വലിയ പരിശുദ്ധാത്മ ചലനം, 1-ാം നൂറ്റാണ്ടിലെ സഭയുമായുള്ള ബന്ധത്തിൽ ഏറ്റവും വലിയ ചലനം നടന്ന ഒരു സ്ഥലമായിരുന്നു നോർത്ത് ആഫ്രിക്ക. അതൊക്കെ മടങ്ങി വരാൻ പോവുകയാണ്. അങ്ങനെയുള്ള വലിയ ദൈവപ്രവൃത്തികൾ നടക്കാൻ പോകുന്നു. 1-2 രാജ്യങ്ങളിൽ 54 രാജ്യങ്ങളിൽ പരിശുദ്ധാത്മ ചലനം നടക്കാൻ പോകുകയാണ്. ഞങ്ങൾ ഒരുമിച്ച് നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാൻ ആഗ്രഹിക്കുന്നു. വിശേഷാൽ നിങ്ങൾ ആഫ്രിക്കയെ ഓർത്ത് പ്രാർത്ഥിക്കണം. ഇവിടെയുള്ള ദൈവദാസന്മാരെ ഓർത്ത് പ്രാർത്ഥിക്കണം. ഇപ്പോൾ ഇവിടെ ആരംഭിച്ചിരിക്കുന്ന പരിശുദ്ധാത്മ ചലനത്തെ ഓർത്ത് നിങ്ങൾ പ്രാർത്ഥിക്കണം. ഗിഫ്റ്റ് ഓഫ് ദ ഹോളി സ്പിരിറ്റ്, ആമേൻ, ആ മിനിസ്ട്രീസിനെ ഓർത്ത് നിങ്ങൾ പ്രാർത്ഥിക്കണം. കർത്താവ് അത്ഭുതങ്ങളെ ചെയ്യും. കർത്താവിൻ്റെ ദാസൻ പാസ്റ്റർ സാജു PC അവറുകൾ ഇപ്പോൾ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നതായിരിക്കും. പരിശുദ്ധ ദൈവമേ, ഞങ്ങൾക്ക് തന്ന ഈ വലിയ പദ്ധതിക്കും പദവിക്കുമായിട്ട് നന്ദി പറഞ്ഞ് പ്രാർത്ഥിക്കുന്നു. ആഫ്രിക്കയുടെ മണ്ണിൽ ഒരു കാലത്ത് ഇരുണ്ട ഭൂഖണ്ഡമെന്ന് അറിയപ്പെട്ടിരുന്നെങ്കിൽ ഇന്നത് വെളിച്ചത്തിൻ്റെ ഭൂഖണ്ഡമായി മാറ്റുവാൻ തക്കവണ്ണം ദൈവപ്രവൃത്തി ഓരോ രാജ്യങ്ങളിലും ദൈവം അയച്ചിരിക്കുന്നു. തൻസാനിയയിലും ദൈവപ്രവൃത്തി അയച്ചിരിക്കുന്നു. ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിലായിരുന്ന മലയാളി ശുശ്രൂഷകന്മാരെ ദേശത്ത് കൊണ്ടുവന്നു. ആഫ്രിക്കൻ മിനിസ്റ്റേഴ്സിനോട് ചേർന്ന് പ്രവർത്തിപ്പൻ കൃപ തന്നു. പരിശുദ്ധാത്മാവിൻ്റെ പ്രവൃത്തി ആരംഭിക്കാൻ അഭിഷിക്തന്മാരെ ദൈവം ശക്തമായി ഇവിടെ ഉപയോഗിക്കുന്നു. വലിയ ഒരു കോമ്പൗണ്ട്, വലിയൊരു പെർമിസ് കർത്താവ് ഇവർക്ക് വേണ്ടി, ഈ ദേശത്തിനു വേണ്ടി വെളിച്ചം പ്രകാശിപ്പിക്കുവാൻ, ആത്മാവിൻ്റെ പ്രവൃത്തി വെളിപ്പെടുത്തുവാൻ ഒരുക്കി തന്നു. അനേകരുടെ പ്രാർത്ഥന, അനേകരുടെ ഇൻവെസ്റ്റ്മെന്റ്, അനേകരുടെ വിത്തുകൾ ഇതിൻ്റെ പിന്നിലുണ്ട്. പരിശുദ്ധാത്മ മഴയെ പെയ്ച്ച് അതെല്ലാം ശക്തമായ രീതിയിൽ 100 മേനി വിളവ് കൊടുക്കത്തക്കവണ്ണം നിങ്ങളുടെ ഓരോ പ്രാർത്ഥനകളും, ദൈവദാസന്റെ രിബിൻ അബ്രഹാമിന്റെ പ്രവർത്തികൾ, അതിന്റെ പിന്നിൽ പ്രവർത്തിക്കുന്ന സപ്പോർട്ട് ചെയ്യുന്ന മിനിസ്റ്റേഴ്സ്, ഇവരെല്ലാവരും പ്രത്യേകിച്ച് പാസ്റ്റർ ഫിനിഷ് സ്റ്റീഫൻ ആരംഭം ദൂരത്തുനിന്നുകൊണ്ടും സഹായിച്ചുകൊണ്ടിരിക്കുന്നു. നിങ്ങൾക്ക് എല്ലാവർക്കും ഈ മിനിസ്ട്രി ഞങ്ങൾ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുമ്പോൾ മറ്റൊരു സ്വർഗമായി, ഒരു സ്വർഗത്തിന്റെ ദർശനം ഇതിലൂടെ ജനം പ്രാപിക്കട്ടെ. അനേകായിരിക്കും അഭയസ്ഥാനമായിരിക്കട്ടെ. കണ്ണു തുറക്കുന്ന ഇടമായി മാറട്ടെ. കാത് കേൾക്കുന്ന ഇടമായി മാറട്ടെ. ബലഹീനതകൾ നീക്കുന്ന ഇടമായി മാറട്ടെ. അനേകർക്ക് ബൈബിൾ കോളേജ്, അനേകർ ആത്മാവിൽ എഡ്യൂക്കേറ്റ് വളർന്നു വരട്ടെ. അനേകർക്ക് ഇത് വെളിച്ചം പ്രാപിക്കുന്ന ഇടമായി മാറട്ടെ. നിങ്ങൾ പ്രാർത്ഥിക്കുന്നു, ഞങ്ങൾ ഒരുമനപ്പെട്ട പ്രാർത്ഥന, നിങ്ങളുടെ പ്രാർത്ഥന ഓർക്കുക. ദൈവം നിങ്ങളെ നമ്മ ഓരോരുത്തർ ബലമായി ശക്തിയോടെ ബലപ്പെടുത്തട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു, യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ തന്നെ. ആമേൻ, 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 ആമേൻ. ഞങ്ങൾ ഇന്നലെ ഇവിടെ ഡെഡിക്കേഷൻ നടന്ന സന്ദർഭത്തിൽ പ്രാർത്ഥിച്ചപ്പോൾ ഇതൊരു വലിയ ഹീലിംഗ് സെൻ്ററായി തീരുവാൻ വേണ്ടി പ്രാർത്ഥിച്ചു, ഒരു റിവൈവൽ സെൻ്ററായി തീരുവാൻ വേണ്ടി പ്രാർത്ഥിച്ചു. അതുകൊണ്ട് ഇവിടെ ഈ ഹീലിംഗ് സെൻ്ററിൽ ഇരുന്നു കൊണ്ട് സൗഖ്യത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്ന, ശാരീരികമായിട്ട് ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ വിശ്വാസത്തോടുകൂടെ ഞങ്ങളോട് ചേർന്ന് പ്രാർത്ഥിക്കുക. ടാൻസാനിയയിലെ ദുഡൂമയ്ക്കടുത്തുള്ള ഇപാല എന്ന് പറയുന്ന സ്ഥലത്തുള്ള ഗിഫ്റ്റ് ഓഫ് ഹോളി സ്പിരിറ്റ് മിനിസ്ട്രീസ് ഇൻ്റർനാഷണലിൻ്റെ ഹീലിംഗ് സെൻ്ററിലിരുന്നു കൊണ്ട് ഞങ്ങൾ നിങ്ങൾക്ക് വേണ്ടി, നിങ്ങളുടെ സൗഖ്യത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. പരിശുദ്ധ പിതാവേ, യേശു ക്രിസ്തുവിൻ നാമത്തിൽ അങ്ങയുടെ ജനത്തിനു വേണ്ടി പ്രാർത്ഥിക്കുന്നു. ഇപ്പോൾ തന്നെ ശാരീരിക ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്നവരെ തൊടണമേ. നട്ടലിന് കലശലാകുന്ന വേദനയും ബുദ്ധിമുട്ടും അനുഭവിക്കുന്ന വ്യക്തിയെ കർത്താവ് തൊടുന്നതിനായി സ്തോത്രം ചെയ്യുന്നു. യേശു ക്രിസ്തുവിൻ നാമത്തിൽ അത്ഭുത സൗഖ്യം. ഉദരത്തിലുള്ള രോഗങ്ങൾ, ഉദരത്തിലുള്ള ഗ്രോത്തുകൾ എല്ലാം അപ്രത്യക്ഷമാകട്ടെ. മേൽക്കു സുഫേറ്റൽ ലാക്കേറ്റോ റൊമാത്തക്കാസി ആറോവാജനെ ലിയാന്തന രഥൂസാരാഖാതന. കർത്താവിന് വേണ്ടി ഒരു സുഗന്ധമായി തീരേണ്ട, ഒരു സ്വീറ്റ് അറോമയായി തീരേണ്ട ഏതോ ഒരു വ്യക്തി, കർത്താവിൻ്റെ ശക്തമാകുന്ന കോളിംഗ് ഉണ്ട്. എന്നാൽ ആവശ്യമില്ലാത്ത ഒരു രോഗം ശരീരത്തിൽ പ്രവേശിച്ച് എല്ലാ നിലയിലും മുന്നോട്ട് പോകുവാൻ കഴിയാത്ത നിലയിൽ തടസ്സപ്പെട്ട്, സാധാരണ ഉപയോഗിക്കുന്ന വാക്ക് ഉപയോഗിക്കുകയാണെങ്കിൽ ബന്ധിക്കപ്പെട്ടതുപോലെയുള്ള അവസ്ഥയിലുള്ള ആരോ ഒരു വ്യക്തിയെ പരിശുദ്ധാത്മാവ് ഇപ്പോൾ തൊടുകയാണ്. യേശുവിൻ നാമത്തിൽ ഈ സമയത്ത് തന്നെ ആമേൻ ഒരു അത്ഭുത വിടുതൽ ശരീരത്തിൽ വെളിപ്പെടട്ടെ. ആത്മീക ശുശ്രൂഷയുടെ മുന്നേറ്റത്തെ തടയുന്ന രോഗബാധ ഇപ്പോൾ ആ ശരീരം വിട്ട് പുറത്തു പോകുകയും ഈ നിമിഷത്തിൽ തന്നെ ആ മകൻ സൗഖ്യമായി കുതിച്ചെഴുന്നേറ്റ് തൻ്റെ ദൗത്യങ്ങളിലേക്ക് പ്രവേശിക്കുകയും ചെയ്യട്ടെ എന്ന്
യേശുവിൻ നാമത്തിൽ പ്രാർത്ഥിക്കുന്നു. വേദനകൾ അപ്രത്യക്ഷമാകട്ടെ. ശരീരത്തിൽ വേദനകൾ, ജോയിൻസിൽ, അസ്ഥികളിലൊക്കെ വേദനകൾ അനുഭവിക്കുന്നവർ ഇപ്പോൾ യേശുവിൻ നാമത്തിൽ വേദനകൾ അപ്രത്യക്ഷമാകട്ടെ. ചില അഡിക്ഷൻസ് യേശുവിൻ നാമത്തിൽ ബ്രേക്ക് ആകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഫുഡ് അഡിക്ഷൻ യേശുവിൻ നാമത്തിൽ ബ്രേക്ക് ആകട്ടെ. എല്ലാ സബ്സ്റ്റൻസ് അഡിക്ഷൻസും യേശുവിൻ നാമത്തിൽ ബ്രേക്ക് ആകട്ടെ. തലമുറകളെ ഓർത്ത് പ്രാർത്ഥിക്കുന്ന മാതാപിതാക്കളുടെ പ്രാർത്ഥനയ്ക്ക് മറുപടി ലഭിക്കട്ടെ. യേശു ക്രിസ്തുവിൻ നാമത്തിൽ ഇപ്പോൾ അത്ഭുതം സംഭവിക്കട്ടെ. അത്ഭുതം സംഭവിക്കട്ടെ. മഹാത്ഭുതം സംഭവിക്കട്ടെ. അവൻ വചനം അയച്ചവരെ സൗഖ്യമാക്കി അവരുടെ കുഴികളിൽ നിന്ന് അവരെ വിടുവിച്ചു എന്നുള്ള വചനം ഇപ്പോൾ യേശുവിൻ നാമത്തിൽ ഈ പ്രിയപ്പെട്ടവരുടെ മേൽ ചേർത്ത് വെച്ച് പ്രാർത്ഥിക്കുകയാണ്. അത്ഭുതങ്ങൾ അങ്ങ് ചെയ്യുന്നതിനായി സ്തോത്രം ചെയ്യുന്നു. വഴിയടഞ്ഞു പോയവർക്ക് വേണ്ടി വഴികളെ തുറക്കണം കർത്താവേ. വിദേശ രാജ്യങ്ങളിൽ പോയി ജോലി ചെയ്യുവാൻ വേണ്ടിയുള്ള ശ്രമങ്ങൾ നടത്തുന്നവർക്ക് വേണ്ടി അത്ഭുതകരമായി വഴികളെ തുറക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. സാമ്പത്തിക ബുദ്ധിമുട്ടുകളിലൂടെ കടന്നു പോകുന്നവർ ഇപ്പോൾ വിടുവിക്കപ്പെടട്ടെ. യേശുവിൻ നാമത്തിൽ അത്ഭുതം സംഭവിക്കട്ടെ. കർത്താവേ, ജോലിയില്ലാത്തവർക്ക് ജോലി ലഭിക്കട്ടെ. അത്ഭുതങ്ങൾ സംഭവിക്കട്ടെ. ചില കപ്പിൾസിനെ തൊടണം കർത്താവേ. കുഞ്ഞുങ്ങളില്ലാത്ത ചില കപ്പിൾസ് അത്ഭുതകരം ഈ ദിവസങ്ങളിൽ തന്നെ കൺസെപ്ഷൻ നടക്കട്ടെ. തലമുറകളെ കൊടുത്തങ്ങ് അനുഗ്രഹിക്കണമേ. ഇപ്പോൾ ഞങ്ങൾ അവരെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. അത്ഭുതങ്ങൾ അങ്ങ് ചെയ്യുന്നതിനായി സ്തോത്രം ചെയ്യുന്നു. സകല മഹത്വവും സ്തുതിയും സ്തോത്രവും അങ്ങേക്ക് യേശു ക്രിസ്തുവിൻ നാമത്തിൽ തന്നെ. ആമേൻ. ഹല്ലേലൂയ. ഗ്ലോറി ടു ജീസസ്. ഹല്ലേലൂയ. ഈ എപ്പിസോഡ് കാണുവാൻ നിങ്ങൾ കാണിച്ച നല്ല മനസ്സിന് പ്രത്യേകം നന്ദി. ഈ സന്ദേശം നിങ്ങൾ തീർച്ചയായിട്ടും മറ്റുള്ളവരുമായിട്ട് പങ്കുവയ്ക്കണം. മാത്രമല്ല, ഈ ചാനൽ ഇതുവരെയും നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുവാൻ വിനയപരിസരം ഓർപ്പിക്കുന്നു. കർത്താവാകുന്ന യേശു നിങ്ങളുടെ കൂടെയിരിക്കും. ഗോഡ് ബ്ലെസ് യു. ആമേൻ. എല്ലാ പ്രഭാതത്തിലും 3 മിനിറ്റ് നീണ്ടു നിൽക്കുന്ന ഒരു ചെറിയ സന്ദേശം വാട്സപ്പിൽ അയക്കുന്നുണ്ട്. നിങ്ങൾക്കത് ലഭിക്കണമെന്ന ആഗ്രഹമുണ്ടെങ്കിൽ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ ഒരു മെസ്സേജ് അയയ്ക്കുക. ഞങ്ങളുടെ ഓൺലൈൻ റേഡിയോ ആയ ജീസസ് റെയിൻസ് റേഡിയോയുടെ ആപ്പ് ഇതുവരെയും ഡൗൺലോഡ് ചെയ്തിട്ടില്ല എങ്കിൽ പ്ലേ സ്റ്റോറിലും ആപ്പ് സ്റ്റോറിലും ലഭ്യമാണ്. ജീസസ് റെയിൻസ് റേഡിയോ എന്ന് ടൈപ്പ് ചെയ്ത ശേഷം സെർച്ച് ചെയ്യുക. ആപ്പ് നിങ്ങൾ ഇപ്പോൾ തന്നെ ഡൗൺലോഡ് ചെയ്താലും. എല്ലാ പ്രഭാതത്തിലും 4 മണിക്ക് ടങ്സ് പ്രെയർ ഉണ്ടായിരിക്കുന്നതാണ്. നിങ്ങളുടെ ആത്മീയ വർധനവിനായി ദയവായി സൂമിൽ ജോയിൻ ചെയ്താലും. മീറ്റിംഗ് ID സ്ക്രീനിൽ നിങ്ങൾക്ക് ലഭ്യമാണ്. അതോടൊപ്പം തന്നെ എല്ലാ ബുധനാഴ്ചയും രാത്രി 10 മുതൽ 1 മണി വരെ നൈറ്റ് പ്രെയർ ഉണ്ടായിരിക്കുന്നതാണ്. നമുക്ക് ഒരുമിച്ച് രാജ്യങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. ദയവായി സൂമിൽ ജോയിൻ ചെയ്താലും. ഈ യൂട്യൂബ് ചാനൽ നിങ്ങൾ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. ശേഷം ബെൽ ബട്ടൺ അമർത്താൻ മറക്കല്ലേ. ഈ സന്ദേശം മറ്റുള്ളവരിലേക്ക് അനുഗ്രഹമാകാൻ ഷെയർ ചെയ്താലും. കർത്താവ് നിങ്ങളെ ധാരാളമായി അനുഗ്രഹിക്കട്ടെ.